നമസ്കാരം, ഞാൻ രജിത, വീട്ടമ്മയാണ്. ഇന്ന് ശ്രീ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിൻ്റെ ആസ്വാദനമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച കൃതികളിലൊന്നാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ഫ്രഞ്ച് അധിനിവേശ സ്മരണകളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടിപ്പുകളും അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീളം കാണാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ മയ്യഴിയുടെ കഥാകാരൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. അക്ഷരങ്ങളെ പ്രണയിക്കുന്നവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. പണ്ട്, അതായത് ദാസൻ്റെ പിറവിക്ക് മുമ്പ് എന്ന് തുടങ്ങിയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് തന്നെ. ദാസനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. പാമ്പുകടിയേറ്റു മരിച്ച കേളുവച്ചൻ്റെയും കുറുമ്പിയമ്മയുടെയും മകനായ ദാമുവിൻ്റെയും കൗസുവിൻ്റെയും മകനാണ് ദാസൻ. കുറുമ്പിയമ്മയിൽ നിന്ന് കഥകൾ കേട്ടുകൊണ്ടാണ് ദാസൻ വളർന്നത്. അങ്ങ് ദൂരെ അറബിക്കടലിൽ ഒരു കണ്ണുനീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ല്. ആ വെള്ളിയാങ്കല്ലിൽ നിന്നും പാറി വരുന്ന തുമ്പികളാണ് മയ്യഴിയിലെ ഓരോ കുഞ്ഞുങ്ങളും. മരണശേഷം തിരിച്ചും അവർ തുമ്പികളായി വെള്ളിയാങ്കല്ലിലേക്ക് തിരികെ പോകുന്നു എന്നാണ് മയ്യഴിയിലെ മക്കളുടെ വിശ്വാസം. അടിമത്തത്തിൽ അസ്തിത്വം കണ്ടെത്തുന്ന ഒരു ജനതയുടെ പ്രതിനിധിയാണ് കുറുമ്പിയമ്മ. കുറുമ്പിയമ്മയെപ്പോലെ അധിനിവേശക്കാരെ ആരാധിച്ചിരുന്ന മറ്റു കഥാപാത്രങ്ങളും ഈ നോവലിൽ കാണാം. കള്ളുഷാപ്പ് നടത്തുന്ന ഉണ്ണിനായർ, വിളക്ക് കൊളുത്തുന്ന കുഞ്ഞാക്കൻ, കുഞ്ഞിച്ചിരുത, കൗസു തുടങ്ങിയ എല്ലാവരും അധിനിവേശക്കാരെ ആരാധിച്ചിരുന്നവരാണ്. വെള്ളക്കാരനായ ലെസ്ലി സ്ലൈവും കുറുമ്പിയമ്മയും സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ ലെസ്ലി സ്ലൈവിൻ്റെ മകൻ ഗസ്തോനും കുറുമ്പിയമ്മയുടെ മകൻ ദാമുവും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു ദാസൻ. ബക്കലേറിയ എന്ന ഉയർന്ന പരീക്ഷയും പാസ്സായി ലെസ്ലി സ്ലൈവിനെ പോലെ കോട്ടും സൂട്ടും ധരിച്ച് തിരികെ വരുമെന്നാണ് കുടുംബത്തിലുള്ളവർ കരുതിയിരുന്നത്. എന്നാൽ ദാസൻ വന്നത് മുറിക്കയ്യൻ ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചാണ്. ദാസൻ്റെ അധ്യാപകനായിരുന്നു കുഞ്ഞനന്ദൻ മാസ്റ്റർ. മയ്യഴിയിലെ മക്കളിലും ദാസനിലും വിമോചനത്തിൻ്റെ വിത്തുകൾ പാകിയ മാതൃകാ അധ്യാപകൻ. കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ ആദർശങ്ങളിൽ ആകൃഷ്ടനായ ദാസൻ മയ്യഴിയുടെ വിമോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. വെള്ളക്കാർ വെച്ചു നീട്ടിയ ജോലി വേണ്ടെന്ന് വെച്ചിട്ട്. ദാസനോടൊപ്പം കൂടുന്നവരാണ് പപ്പനും വാസൂട്ടിയും. എന്നാൽ ഒടുവിൽ മയ്യഴിയുടെ വിമോചനം എന്ന ലക്ഷ്യത്തിലെത്തിച്ചേർന്നുവെങ്കിലും ദാസന് നഷ്ടങ്ങൾ മാത്രമാണ്. കുടുംബവും പ്രണയിച്ച ചന്ദ്രികയും നഷ്ടമാകുന്നു. ചന്ദ്രികയുടെ വീട്ടുകാർ ആലോചിച്ച വിവാഹ ദിവസം ചന്ദ്രികയും ഏതൊരു മയ്യഴിയിലെ മക്കളെയും പോലെ തിരികെ വെള്ളിയാങ്കല്ലിലേക്ക് മറ്റൊരു ജന്മത്തിനായി പാറിപ്പോകുന്നു. കഥാന്ത്യത്തിൽ ഒരു ദുരന്ത നായകൻ എന്ന ചിത്രത്തിലേക്ക് ദാസൻ എത്തിച്ചേരുന്നു. ദാസനും ഏതൊരു മയ്യഴിയിലെ മക്കളെയും പോലെ വെള്ളിയാങ്കല്ലിലേക്ക് തുമ്പിയായി പാറിപ്പോകുന്നു. വെള്ളിയാങ്കല്ലിൽ അവർ രണ്ടുപേരും മറ്റൊരു ജന്മത്തിനായി തുമ്പികളായി പാറിക്കളിക്കുന്നു. ലളിതമായ ഭാഷയും ആഖ്യാനത്തിൻ്റെ പുതുമയും കൊണ്ട് വായനക്കാരെ ആകർഷിക്കുവാനും ആരാധ്യനാക്കുവാനും എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. വിശ്വാസവും ചരിത്രവും ഇഴപിരിയാതെ കോർത്തിണക്കിയ വാക്കുകളാൽ സൃഷ്ടിച്ച ഓരോ കഥാപാത്രവും ഭാഷയും സാഹിത്യവും ഉള്ള കാലത്തോളം കാലാതിവർത്തിയായി നിലനിൽക്കും. അതാണ് സത്യം. നന്ദി.